ഹലോ ഗൈസ്, വെൽക്കം ടു ഏരി സാൻഡീസ്. നമുക്കൊരു തനിനാടൻ കേരള സ്റ്റൈൽ രസം ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 5-6 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, 3 തക്കാളി, കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി, ആവശ്യത്തിന് കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് എരിക്കനുസരിച്ച്, പിന്നെ ആവശ്യത്തിന് പുളിയും. ഇത് ഇത്ര എടുത്ത് വയ്ക്കാം. കുരുമുളക്, പുളി എന്നിവ നമ്മുടെ ഇഷ്ടാനുസരണം എത്ര എരി വേണോ അത്ര അനുസരിച്ച് നമുക്ക് കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. അതുപോലെ പുളി അതുപോലെ നമ്മുടെ ഇഷ്ടാനുസരണം. എന്നിട്ട് നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ശേഷം ഒരു പാത്രത്തിലേക്ക് കടുകിട്ട് ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ആസ് യൂഷ്വൽ നമുക്ക് കറി ഉണ്ടാക്കിയതിന് ശേഷം മുളകിലൂടെ വിതറാൻ പാകത്തിന് സ്വല്പം എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയിരിക്കുന്ന കടുക് വറയിലേക്ക് നമ്മൾ അരച്ച് അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, സ്മെല്ലും ടേസ്റ്റും കിട്ടും. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും. ഈ മുളകെല്ലാം നമ്മുടെ ആവശ്യാനുസരണം എത്ര എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച്. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ കൂട്ടിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരുന്ന 3 തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് ഉടച്ചെടുക്കണം. നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പുളി നന്നായിട്ട് ഞെരടി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പുളിവെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മുടെ രസത്തിൻ്റെ ഒരു കായത്തിൻ്റെ, മുളക്, തക്കാളിയൊക്കെ ചേർത്ത് നല്ലൊരു വാസന വരും. അങ്ങനെ നമ്മുടെ കേരള തനി നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫോർ സച്ച് വീഡിയോസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.